ഉദ്ഘാടന മഹാമഹം കഴിഞ്ഞും ഉപഭോക്താക്കൾക്ക് പ്രയോജനമില്ലാതെ ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ ഫ്ളാറ്റുകൾ 11ഉം 13ഉം നിലകളുള്ള 2 ടവറുകളായി 398 കുടുംബങ്ങൾക്കായാണ് കൊച്ചി കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഫ്ളാറ്റിന്റെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ചിരുന്നില്ല. മഴവെള്ള ശുദ്ധീകരണ പ്ലാന്റിന്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. ഗുണഭോക്താക്കളെ നേരത്തെ കണ്ടെത്തിയതാണെങ്കിലും പാല് കാച്ചാൻ ഇനിയും സമയമെടുക്കുമെന്നതാണ് അവസ്ഥ. രാംഷാ CP തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തുരുത്തിയിലെ ഉന്നതി നിവാസികൾക്ക് വേണ്ടി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിലാണ്. തുരുത്തി ടവർ 1 അതുപോലെ തന്നെ തുരുത്തി ടവർ 2 ഇങ്ങനെ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി 398 കുടുംബങ്ങൾക്കാണ് ഇവിടെ താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം 8 മാസക്കാലം ആകാറായി. 27/9/2025 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ്. അതായത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പക്ഷേ ഇപ്പോഴും ഈ 8 മാസം കഴിഞ്ഞിട്ടും ഇവിടെ ഒരു കുടുംബം പോലും താമസിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കുറേ നാളായി, അടുത്ത മാസം, പിറ്റത്തെ മാസം, 3-ാം മാസം, 4-ാം മാസം എന്ന് പറഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത്ര മാസമായി, ഇതുവരെയായിട്ടും അത് കൈമാറിയിട്ടില്ല. ഇതിൻ്റെ പല പ്രവർത്തികളും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ വാട്ടർ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും ഈ വാട്ടർ കണക്ഷൻ ഇതിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ വേസ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ കുടുംബങ്ങൾക്ക് ഈ വീട് ഫ്ളാറ്റ് ഇനി കൈമാറണമെങ്കിൽ ഇനിയും ഏകദേശം 1.5 മാസക്കാലം വേണ്ടിവരും. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് തൊട്ടിപ്പുറയായി തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ കുടുംബങ്ങൾ, ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. ആ വീടിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ജനലുകളെല്ലാം ഇളകി മാറിയ നിലയിൽ, ആ കെട്ടിടത്തിന്റെ ഒരു ശോചനീയാവസ്ഥ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ ഫ്ളാറ്റ് ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറണം, ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് അധികാരികൾ തീർച്ചയായും ഇടപെടണം. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.